വെൽക്കം ടു ഡേ 4 ഇൻ മലേഷ്യ. അപ്പോൾ രാവിലെ എണീച്ച് റെഡി ആയപ്പോൾ തന്നെ ഇന്ന് കുറച്ച് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിൽ കുറച്ച് പേര് പറഞ്ഞു ഇവിടെ ഒരു ഹോട്ടലിൽ നല്ല അടിപൊളി ഇന്ത്യൻ ഫുഡും കിട്ടും, BBQ നൈറ്റ്സ് എന്ന് പറഞ്ഞ ഹോട്ടൽ. ഇത് നമ്മുടെ ടിൻ ടവറിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയി ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. നിങ്ങൾ ഇവിടെ വന്ന് ഇന്ത്യൻ ഫുഡ് ക്രേവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടുന്ന് ട്രൈ ഔട്ട് ചെയ്യണം. ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ എന്നെ കുറച്ച് പേര് കറൻസിയുടെ ആരും ചോദിച്ചായിരുന്നു. ഇതാട്ടോ ഇവിടുത്തെ കറൻസി. ഇത് 1 റിങ്കറ്റാണ്. 1 റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 23 രൂപയാണ് കേട്ടോ. ഇതിൽ കണ്ടോ ചെമ്പരത്തിയുടെ ഒക്കെ സിമ്പിൾ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഒരു നോട്ട് കാണാൻ. ഫസ്റ്റ് നമ്മൾ പോയത് മലേഷ്യയുടെ തന്നെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലമാണ് കേട്ടോ, മെർഡേക്ക സ്ക്വയർ. ഇവർ 150 ഇയേഴ്സോളം ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. 1957 ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ ഈ മെർഡേക്ക സ്ക്വയറിൽ വെച്ചിട്ടാണ് തുങ്കു അബ്ദുൾ റഹ്മാൻ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത് മലേഷ്യക്ക് ഇൻഡിപെൻഡൻസ് വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. ഇതിന്റെ അകത്ത് ഒരുപാട് റൂംസ് ഉണ്ട്. നല്ല രസമാണ് ഓരോന്നിലും കാണാൻ. ഇതിന്റെ ചരിത്രമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസും എല്ലാം ഉണ്ട്. അടിപൊളി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കാൻ. ഞങ്ങൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. ഈവനിങ് ആയപ്പോൾ മലേഷ്യയിലെ തന്നെ ഫേമസ് സ്ട്രീറ്റ് ആയിട്ടുള്ള ചൈന ടൗണിലെ ക്വായ് ചായ് ഹോങ് എന്ന് പറഞ്ഞ പ്ലേസിലേക്കാട്ടോ നമ്മൾ പോയത്. കൊച്ചു ജഗത്താന്മാരുടെ കോട്ട എന്നത് അറിയപ്പെടുന്നത്. ഒരുപാട് കാരിക്കേച്ചേഴ്സ് ഒക്കെ ഉള്ള നല്ല ലൈറ്റിംഗ് ക്യൂബ്സ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ വാൾ പെയിന്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചൊരു ഷോപ്പിങ്ങിന് പോയി. ജലാൻ പറ്റാലിംഗ്, അതായത് പറ്റാലിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിലാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയത്. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് കോപ്പി ഇവിടെ കാണും കേട്ടോ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റേറ്റ് ഒന്നും അത്ര വലിയ കുറവൊന്നും അല്ല നമ്മുടെയൊക്കെ അപേക്ഷിച്ച്. അതേപോലെ സെൻട്രൽ മാർക്കറ്റും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അവിടെയും പോയിട്ട് നല്ല അടിപൊളി മലേഷ്യൻ ഒത്തന്റിക് ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡേ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ ഫ്രം ട്രാഫിറ്റെയിൽസ്.